എന്നിട്ട് നിങ്ങൾ എന്തോന്ന് പറഞ്ഞ്? ഞാൻ എന്ത് പറയാ, ഞാൻ പറഞ്ഞു നീയായിട്ട് ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. അത് നന്നായി, ആദ്യമൊക്കെ ഒരു തീരുമാനം പറയാത്തത്. അല്ലെങ്കിൽ ഓർമ്മയുണ്ടല്ലോ റിങ്കിയുടെ ചോറൂണിന് പോയത്? എന്റെ ദൈവമേ, റിങ്കി എന്നെ പറഞ്ഞ പോലെ കേട്ടാ? അന്ന് നമ്മൾ ആ സമയത്ത് അവിടെ അമ്പലത്തിൽ എത്തിപ്പെടാൻ പെട്ട പാട്. പിന്നെ ഓർമ്മിപ്പിക്കല്ലേ അത്. അയ്യോ എന്തോന്ന് കഷ്ടം ഇത്. കുറച്ച് നേരമായല്ല തുടങ്ങിയിട്ട് ഭർത്താവും ഭാര്യയും കൂടെ ഇങ്ങനെ കുനുകുനുകുനാന്ന്. എന്തോന്നിത്, കുറെ വർഷമായിട്ടില്ലേ നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചു തുടങ്ങിയിട്ട്? ഇപ്പൊ കുറച്ചു നേരത്തെങ്കിലും റെസ്റ്റ് എടുത്തോടെ വായിക്ക്. അതെന്താടി ഞങ്ങൾക്ക് സംസാരിക്കാൻ പാടില്ലേ? അത് തന്നെ, നിനക്കെന്ത്? റിങ്കി എന്നെ പറഞ്ഞ വല്ല അറിഞ്ഞ? റിങ്കി നിന്നോട് പറഞ്ഞത് ഞങ്ങൾ കേട്ടു. അത് കേട്ടിട്ടതേ ചേട്ടൻ എഴുതി വെച്ചിട്ടുണ്ട്, നോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. തമാശ, നല്ല തമാശ. അമ്മയ്ക്ക് ഇതിൽ നല്ല ഭാവി ഞാൻ കാണുന്നുണ്ട്. ആണല്ലേ? പിന്നെ അല്ലാതെ നീ ഇങ്ങനെ വന്ന് പറഞ്ഞ ഞങ്ങൾക്ക് വല്ല മനസ്സിലോ? നിങ്ങൾ അവിടെ എന്ത് പറഞ്ഞു ഞങ്ങൾ എങ്ങനെ അറിയുമോളെ? നിങ്ങളോടൊക്കെ വന്ന് പറഞ്ഞ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അത് മതി, എനിക്ക് കിട്ടണം. അയ്യോ അമ്മ, നിന്ന് കുറച്ച് നേരമായിട്ട് സംസാരിക്കില്ല. അമ്മ ഇരുന്ന് സംസാരിക്കും, അമ്മ കാല് വേനിക്കും. അയ്യോ എന്തൊരു കരുതല്. കണ്ടിന്യൂ കണ്ടിന്യൂ. കണ്ടിന്യൂ, യു ഗോ. അല്ലേ റിങ്കി എന്തോന്ന് പറഞ്ഞെന്ന് ഇവൾക്ക് പരാതി പറയാൻ? റിങ്കി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. വല്ല ചെറിയ കാര്യം കിട്ടിയാൽ മതിയല്ലോ, വലിയ സംഭവം അവള് കൊണ്ട് നടന്നോളും. നിങ്ങളുടെ അല്ലേ മോള്, നിങ്ങളുടെ തനി പകർപ്പാണ്. എന്തെങ്കിലും ചെറിയ കാര്യം കിട്ടി അതിനെങ്ങനെ ബലൂട് പോലെ വലുതാക്കിയിട്ട്. ആണോ? എന്റെ മോള് മിടുക്കിയാണ്. ശരി. റിങ്കി, എടി റിങ്കി. ദൈവമേ, എടി എന്ത് അച്ഛനും അമ്മ എന്നെ മൈൻഡ് പോലും ചെയ്തില്ലടി. എടി നീ ഇങ്ങനെ ചെയ്യണ പോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് സ്ലിമ്മായി സുന്ദരിയാവും. എടി ഈ ആക്രി കുപ്പിയിൽ പെയിന്റ് ചെയ്യും പോലെ അല്ല ഇതില് ചെയ്യുന്നത്. ഇത് കുറച്ച് ദേഹം അനങ്ങി ചെയ്യേണ്ട പരിപാടിയാണ്. ഞാൻ ദേഹം അനങ്ങാറില്ല നിന്റെ അടുത്ത് ആര് പറഞ്ഞു? നീ എവിടെ അനങ്ങുന്നു? ഞാൻ ഇന്നാണ് കൂടെ ദേഹം അനങ്ങിയുള്ളൂ. ഞാനേ അമ്മ അടുക്കള കയറി സഹായിച്ചായിരുന്നു. എന്ത് സഹായമാണ് മക്കള് ചെയ്തേ? എടി ഞാൻ അവിടെയൊക്കെ തൂത്തുവരി കൊടുത്തടി. അവിടെ മാത്രമല്ല, ഞാൻ ഈ മുറ്റം മൊത്തം ഞാൻ തൂത്തുവരി. അങ്ങനെ ഞാൻ ദേഹമൊക്കെ വേർത്ത് ഭയങ്കര ഭയങ്കര ദേഹമനല്ലായിരുന്നു. അയ്യോ, മാസത്തിൽ 2 ദിവസം ഇങ്ങനെ അടിച്ചു വാരി ദേഹം വേർത്തിരിക്കാമെങ്കിലേ എനിക്കൊന്നും ജിമ്മിൽ എല്ലാ ദിവസവും പോകേണ്ട കാര്യമില്ലല്ലോ. കഷ്ടം. എടി ഇതൊക്കെ ചെയ്യണമെങ്കിലേ കുറച്ച് സ്റ്റാമിനയൊക്കെ വേണം. ഞാൻ ഇന്നലെയും തുടങ്ങിയതൊന്നും അല്ല ഈ സംഭവം ചെയ്യാൻ തുടങ്ങിയിട്ട്. ശരി, നീ ഒന്ന് ചെയ്ത് നോക്ക്. ഇടിച്ചു നോക്ക്. ഇടിച്ചോട്ടെ. ഇടിച്ചു നോക്ക്. അയ്യോ എന്ത് ഭയങ്കര വേദന. നീ എങ്ങനെ ചെയ്യണേ? അതാ പറഞ്ഞേ, ഇന്നലെ തുടങ്ങിയ പരിപാടി അല്ലാന്ന്. ഈ വർക്കൗട്ടും കാര്യങ്ങളും വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അത്ര എളുപ്പമൊന്നും അല്ല. നീ മേരി കോമിനെ കേട്ടിട്ടുണ്ടോ? നമ്മുടെ മറ്റേ മീമിക്ക പറഞ്ഞ ചേച്ചിയല്ലേ? മീമിക്ക പറഞ്ഞ ചേച്ചിയാ? ഓ, ബുദ്ധിയില്ല, വിവരവും ഇല്ല, സൗന്ദര്യവും ഇല്ല. എന്ത് കഷ്ടോടി നിന്റെ കാര്യം. എടി നീ PV സിന്ധുവിനെ കേട്ടിട്ടുണ്ടോ? മിഠായി രാജിനെ കേട്ടിട്ടുണ്ടോ? സൈന നെഹ്വാലിനെ കേട്ടിട്ടുണ്ടോ? ഇല്ല. എടി അവരൊക്കെ സ്പോർട്സിലുള്ള ആൾക്കാരാണ്. അവരൊക്കെ എന്നും ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നോണ്ടാണ് ഇത്രയും സൗന്ദര്യമായിട്ട് ഇരിക്കുന്നത്. അതറിയോ? ഓ എടി ചേച്ചി, നീ ഇപ്പൊ പറഞ്ഞവരുടെ പേരുണ്ടല്ലോ, ആ പേരിന്റെ കൂടെ എന്റെ പേര് നീ ഒരു ദിവസം പറയും, അല്ലെങ്കിൽ നോക്കും കേട്ടോ. പറയും. നിന്റെ സമാധാനത്തിന് വേണമെങ്കിൽ അവരുടെ കൂട്ടത്തിൽ നിന്റെ പേരും കൂടി ഞാൻ പറയാം. അല്ല നീ വിചാരിക്കും പോലെ ഇത് ഇത്ര എളുപ്പമുള്ള കാര്യമല്ല പിങ്കി. ഒരുപാട് വർഷത്തെ പ്രാക്ടീസ് വേണം ഇതൊക്കെ ചെയ്യണമെങ്കിൽ. പിന്നെ അതിനുള്ള മനസ്സും വേണം. എന്നാലേ നടക്കൂ ഇതിലൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അല്ലാതെ തിന്നോണ്ടിരിക്കുന്ന നിനക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. കാണിച്ചു തരാം, ഞാൻ കാണിച്ചു കാണിച്ചു തരാം. കാണിക്കും.